നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നാളെ റയൽ മാഡ്രിഡും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ എത്തിഹാദിൽ വെച്ചിട്ട് ഏറ്റുമുട്ടുകയാണ്. പ്ലേ ഓഫാണ്. വിജയത്തിന് വേണ്ടി രണ്ട് ടീമും കടുത്ത പോരാട്ടം നടത്തും. ഇന്നിപ്പോൾ കളിക്ക് മുന്നോടിയായിട്ട് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മാധ്യമങ്ങളെ കണ്ടിരുന്നു. പെപ് ഗാർഡിയോള സ്വാഭാവികമായിട്ടും സിറ്റി റയൽ കളി വരുമ്പോൾ ആ ബാലൻഡിയോർ കാര്യം ചോദിക്കും. മാധ്യമങ്ങൾ അത് ചോദിച്ചു. റോഡ്രി ബാലൻഡിയോർ വിജയിച്ച സമയത്ത് റയൽ മാഡ്രിഡ് ആ പ്രോഗ്രാം ബഹിഷ്കരിച്ചു. അതിൽ നിങ്ങൾക്കൊരു ഹാർഡ് ഫീലിംഗ് തോന്നുന്നുണ്ടോ? പെപ്പിന്റെ മറുപടി അബ്സല്യൂട്ട്ലി നോട്ട്. വീണ്ടും ചോദിക്കുകയാണ്, എന്താണ് അപ്പോൾ ഫീൽ ചെയ്തത്? അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി, ഹാപ്പി ഫോർ റോഡ്രി. റോഡ്രിയുടെ കാര്യത്തിൽ ഞാൻ സന്തോഷവാനാണ്. അദ്ദേഹം ബാലൻഡിയോർ വിജയിച്ചു. അതേസമയം വിനി ഓൾസോ ഡിസേർവ്ഡ് ഇറ്റ്. വിനിയും ബാലൻഡിയോർ അർഹിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെതും ഒരു ഗ്രേറ്റ് സീസൺ ആയിരുന്നു. മികച്ച പ്രകടനമാണ് വിനിയും നടത്തിയത്. അദ്ദേഹം അർഹിച്ചിരുന്നു. ഇതിപ്പം മുമ്പ് മെസ്സിയും ക്രിസ്ത്യാനോയും ബാലൻഡിയോറിനായിട്ട് ഫൈറ്റ് ചെയ്തിരുന്നില്ലേ? അതുപോലെ ആ അർത്ഥത്തിലാണ് ഇതിനെ കണ്ടാൽ മതി എന്നാണ് ഇപ്പോൾ പെപ് ഗാർഡിയോള പറയുന്നത്. സോ സംഗതി വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ താരം റോഡ്രി വിജയിച്ചതിൽ അദ്ദേഹം ഹാപ്പിയാണ്. അതേസമയം വിനിയുടെ മികവിന് അദ്ദേഹം തള്ളിക്കളയുന്നില്ല. വിനിയും അർഹിച്ചിരുന്നു. മുമ്പ് ഇതേപോലെ ഇഞ്ചോടിഞ്ച് പോരാട്ടങ്ങൾ ഉണ്ടായിട്ടില്ലേ? മെസ്സിയും CR7 കൂടി ബാലൻഡിയോറിനായിട്ട് പോരാടിയ സമയമില്ലേ എന്നതുകൂടി അദ്ദേഹം അവിടെ ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും നാളത്തെ മത്സരം അതിപ്രധാനമാണ്. നാളെ രാത്രി ഇന്ത്യൻ സമയം 1:30, അതായത് സാങ്കേതികമായി ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 ആ പോരാട്ടം. ആര് വിജയിക്കും? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.